ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് മാമ്പഴം കൊണ്ടുള്ള ഒരു ഇലേപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പഴുത്ത ചക്ക കൊണ്ടുണ്ടാക്കുന്ന പോലെ നമുക്ക് പഴുത്ത മാമ്പഴം ഉപയോഗിച്ചും ഇലേപ്പം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ പഴുത്ത 4 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അതിനുശേഷം മധുരത്തിനാവശ്യമായ ശർക്കര പാനി തയ്യാറാക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കപ്പ് തേങ്ങയും ചിരകിയെടുക്കാം. പിന്നെ 2 കപ്പ് ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലേക്കിട്ട് നിങ്ങൾക്ക് അരിമാവും ഉപയോഗിക്കാം. ആ മാവിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിക്കാം. അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മാമ്പഴ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിനോടൊപ്പം ശർക്കര പാനിയും കുറേശ്ശെ ചേർത്ത് ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നതിനേക്കാൾ അല്പം കൂടി ലൂസായിട്ട് മാവ് കുഴച്ചെടുക്കാം. അതിലേക്ക് 1 കപ്പ് തിരുമിയ തേങ്ങ കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയ വട്ടയിലയിലേക്ക് ഓരോ ബോൾ മാവെടുത്ത് ചെറിയ കനത്തിൽ പരത്തി ഇല മടക്കിയെടുക്കാം. ഇതുപോലെ മറ്റുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇലയിൽ മാവ് പരത്തുന്നതിന് മുന്നേ സ്റ്റീം ചെയ്യാനുള്ള പാത്രം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് സ്റ്റൗവിൽ വയ്ക്കാം. ചെറുതായി ആവി വരുമ്പോൾ തട്ടിലേക്ക് പരത്തി വെച്ച ഇലയപ്പം ഓരോന്നായി വച്ച് പാത്രം അടയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ മാമ്പഴ ഇലയപ്പം റെഡി. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമാവും. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ. ഇനി അടുത്ത വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്